ഹലോ, ഇന്ന് നമ്മൾ പാല് കാച്ചുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ചെറായിൽ നിന്ന് പോകുന്നത് ഇപ്രാവശ്യം എറണാകുളം വഴിയാണ് കേട്ടോ. ഈ വഴികളൊക്കെ ഭയങ്കര നൊസ്റ്റാൾജി അടിപ്പിക്കുന്ന വഴികളാണ്. പഴയ ഹൈക്കോർട്ടും സൗത്ത് ബ്രിഡ്ജും എല്ലാം. ആദ്യം പോയി പൂർണ്ണത്രേശനെ തൊഴുതു. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ രാവിലെ തന്നെ ഗണപതി ഹോമം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളതിൻ്റെ പകുതി ആയപ്പോഴാണ് കയറി ചെന്നത്. അങ്ങനെ ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞു. നമ്മൾ ഈ പാല് കാച്ചലിന് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ അമ്മയുടെ സാരിയാണ് കേട്ടോ ഞാൻ ഉടുത്തത്. അമ്മ ഇല്ലയെന്ന് എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ഞാൻ കരുതി എന്തുകൊണ്ട് അമ്മയുടെ സാരി ഉടുത്ത് അമ്മയുടെ സാന്നിധ്യം ശരിക്കും എനിക്കതൊരു ഫീൽ ചെയ്ത പോലെ തന്നെ തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ പാലൊക്കെ കാച്ചി സന്തോഷമായിട്ട് ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഹൗസിൻ്റെ കോൺട്രാക്ടറും എൻ്റെ വല്യമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്താട്ടോ വല്യമ്മ താമസിക്കുന്നത്. എല്ലാവർക്കും ഹൗസ് വാമിങ്ങിന് ഞാനൊരു സെറിമണി എന്തായാലും വയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ദ്രുതഗതിയിൽ വീടിൻ്റെ മറ്റു പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർക്കിടകത്തിലെ 30 വെള്ളിയാഴ്ചയായിരുന്നു കേട്ടോ അതിലൊരു ദിവസം. അപ്പം നമ്മളിതാ മൈലാഞ്ചി ഇട്ടതാണ്. നമ്മൾ പാല് കാച്ചിയ ശേഷം ഇവിടുത്തെ 2 മുറിയിലേക്ക് താമസം മാറിയിരുന്നു കേട്ടോ. ഫർണിച്ചറുകളൊക്കെ സെറ്റ് ചെയ്തെങ്കിലും ഇൻറ്റീരിയർ വർക്ക്സ് തുടർന്നുകൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം പറഞ്ഞ പോലെ അവർ രാത്രിയും പകലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് നമുക്ക് ബിരിയാണി കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. അരിപ്പയും പിന്നെ സിലോൺ ബേക്കേഴ്സുമാണ് കേട്ടോ ഞങ്ങളുടെ സ്ഥിരം സ്ഥലങ്ങൾ. സിലോൺ ബേക്കേഴ്സൊക്കെ പണ്ടത്തെ തൊട്ട് നൊസ്റ്റാൾജി അടിപ്പിക്കുന്ന സ്ഥലങ്ങളാണ്. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി സ്ഥലം എറണാകുളത്ത്? അങ്ങനെ ഇതാ ഇൻറ്റീരിയർ വർക്കൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പം നമ്മളിതാ ഒരു ഹൗസ് വാമിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ഷോപ്പിങ്ങിന് പോവുകയാണ്. എഗെയിൻ അരിപ്പയിലേക്കാണ് കയറിയിരിക്കുന്നത്. എനിക്ക് ഇവിടുത്തെ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ബിരിയാണിയും എനിക്ക് ഇവിടെ നല്ല ടേസ്റ്റ് ഉള്ളതായിട്ടാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ജയലക്ഷ്മി പോയിട്ട് കുറച്ച് ഡ്രസ്സ് പർച്ചേസും കൂടെ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും ജയലക്ഷ്മിയിൽ നിന്ന് തന്നെ എടുക്കാറ്, പക്ഷേ എല്ലാം MG റോഡിൽ നിന്നാണ്. ഇവിടെ വരുമ്പോഴൊക്കെ എനിക്ക് അമ്മയും വല്യമ്മയൊക്കെ ഒന്നിച്ച് ഞങ്ങൾ എല്ലാ ഓണത്തിനും വരുന്ന ആ ഓർമ്മയൊക്കെ വരുമായിരുന്നു കേട്ടോ. ഭയങ്കര വലുതാണ് കേട്ടോ ഈ ജയലക്ഷ്മി. നമ്മളെപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ പോലെ MG റോഡിലെ ജയലക്ഷ്മിയിൽ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഈ ജയലക്ഷ്മി നല്ല ഇഷ്ടമായി. പിന്നെ നമ്മൾ ഹോം സെൻറ്ററിലേക്കാണ് പോയത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫോറം മാളായിരുന്നു ഈ വെക്കേഷനിൽ ഞങ്ങളുടെ പ്രധാന ഒരു സ്ഥലം എന്ന് പറയാം. നമ്മളവിടെ പോയിട്ടാണ് വീട്ടിലേക്ക് കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചത്. വീട് പണിയുടെ കുറച്ച് ഫോട്ടോസ് ഞാൻ അവസാനം കാണിച്ചിട്ടുണ്ട് കേട്ടോ.